24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളിൽ 2 വീടുകൾ കൂടി കൈമാറി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് താക്കോൽ ദാനം നടന്നത്. തിരുവനന്തപുരം പുലയനാർ കോട്ടയിലെ വിജയൻ, ജയ ദമ്പതികൾക്കും കൊല്ലം പത്തനാപുരം പട്ടാഴി സ്വദേശി മേഴ്സി ഫ്രാൻസിസിനുമാണ് വീടുകൾ കൈമാറിയത്. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വീടാണ് പുലയനാർ കോട്ടയിൽ നിർമ്മാണം പൂർത്തിയായത്. വർഷങ്ങളായി ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന രോഗബാധിതനായ വിജയനും ഭാര്യ ജയയ്ക്കുമാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം സഫലമായത്. അത്രയുള്ള സന്തോഷം കൊണ്ട് നല്ലൊരു വീടായി. ഒരു വീടെന്നുള്ളൊരു സ്വപ്നം എല്ലാവർക്കും ഉണ്ട്, അതുപോലെ നമുക്കും ഉണ്ടായിരുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24നോടും അതിലേറെ നന്ദി നമുക്കുണ്ട്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ്, തിരുവനന്തപുരം താലൂക്ക് കോർഡിനേറ്റർ സാജൻ വെള്ളൂർ തുടങ്ങിയവർ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. തിരുവനന്തപുരത്ത് 5 വീടുകളുടെ പണി ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ശ്രമിച്ചതിൽ പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുകയും ഈശ്വര അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ നിറവായി മാറുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. കൊല്ലത്ത് നിർമ്മിച്ച 5ാമത്തെ വീടാണ് കൈമാറിയത്. 2 പെൺകുട്ടികളുമായി 20 വർഷമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന പത്തനാപുരം പട്ടാഴി സ്വദേശി മേഴ്സി ഫ്രാൻസിസിനാണ് വീടൊരുങ്ങിയത്. 24 കൊല്ലം പ്രതിനിധി ആർ അരുൺരാജ് താക്കോൽ ദാനം നിർവഹിച്ചു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്ന് ഭവന പദ്ധതിയിൽ ഞാൻ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ വീട് വെക്കാനുള്ള സ്ഥലം തന്നത് സജി മാളൂസ് എന്ന് പറയുന്ന സഹിച്ചാനാണ്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കര, 24 ഫാമിലി ക്ലബ്ബ് കോഓർഡിനേറ്റർ നൌഷാദ് റാവുത്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് കൊല്ലത്ത് 12 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ന്യൂസ് ഡെസ്ക് 24.